സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അതിരുകളില്ലാത്ത ആനന്ദത്താൽ ആഘോഷപൂർവ്വം ആചരിക്കപ്പെടുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ വളരെ ഗൗരവമേറിയ ഒരു വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. യുദ്ധക്കൊതിയനായിരുന്നില്ല എന്റെ പ്രവാചകൻ. ഈ വിഷയം ഇന്ന് വളരെ പ്രസക്തമാണ്. യുദ്ധക്കൊതി പൂണ്ടവരുടെ ആർത്തിരമ്പലിൽ മലിനമായ നമ്മുടെ സാംസ്കാരിക പരിസരത്തിൽ പരിശുദ്ധ ഇസ്ലാമിലൂടെ പ്രവാചകൻ കാഴ്ചവെച്ച തത്വങ്ങളെ കീറി മുറിച്ച് അളന്ന് തൂക്കി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇസ്ലാം തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ മതമല്ല എന്ന് സത്യം നമുക്ക് ബോധിക്കും. വിഷയത്തിന്റെ ആമുഖമായി നിങ്ങൾക്ക് മുമ്പിൽ ചില കണക്കുകൾ ഞാൻ അവതരിപ്പിക്കാം. 18-ാം നൂറ്റാണ്ടിനെ ഇളക്കിമറിച്ച ഫ്രഞ്ച് വിപ്ലവത്തിൽ ഏകദേശം 60 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. റഷ്യൻ വിപ്ലവത്തിൽ കോടിയിലധികം പേർ കൊല്ലപ്പെട്ടു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ 73 ലക്ഷവും രണ്ടാം ലോക മഹായുദ്ധത്തിൽ 106 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. എന്നാൽ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ ചില യുദ്ധങ്ങൾ നമുക്ക് കാണാം. ആ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബികൾ 14, ശത്രുക്കൾ 70. ഓരോ യുദ്ധങ്ങളും എടുത്തു പരിശോധിക്കേണ്ടതില്ല. സഹോദരങ്ങളെ, ഈ കണക്കുകളൊന്ന് താരതമ്യ പഠനത്തിന് വിധേയമാക്കൂ. അപ്പോൾ മനസ്സിലാവും ഇസ്ലാമിന്റെ യുദ്ധങ്ങളോടുള്ള സമീപനം തികച്ചും സമാധാന പ്രിയരായിരുന്നു. പ്രത്യേകിച്ച് ഇസ്ലാമിക യോദ്ധാക്കൾക്ക് നേതൃത്വം കൊടുത്ത നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിവാര്യമായി ചെറുത്തുനിൽപ്പായിരുന്നു. പല യുദ്ധങ്ങളിലും കലാശിച്ചത് പ്രഥമ യുദ്ധമായ ബദർ നടക്കുന്നുണ്ടായ സാഹചര്യം ഖുർആൻ തന്നെ പരാമർശിക്കുന്നു. അവർ ആക്രമിക്കപ്പെട്ട കാരണത്താൽ അവർക്ക് യുദ്ധം ചെയ്യാൻ അള്ളാഹു അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കും. പ്രിയമുള്ളവരെ, സമയക്കുറവ് മൂലം ഈ വിഷയം നീട്ടിപ്പരത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.